ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കാൻ പോവാണ്. അതായത് ഇത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് വന്നിട്ട് എന്താ പറയുക, ഓഗസ്റ്റ് 16th ആൻഡ് ഇന്നലെ, അതായത് 15th, ഞാൻ ഇങ്ങനെ വാട്സപ്പും കാര്യങ്ങളൊക്കെ നോക്കുന്ന നേരത്ത് എല്ലാവരും 78th ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ഇടുന്നു. അടിപൊളി. ആൻഡ് പക്ഷേ എനിക്ക് എന്താ പറയുക, ഭയങ്കര സ്ട്രൈക്ക് ആയത് എന്താണെന്ന് വെച്ചാൽ, ഒരു ട്രെഡ്സത്തെ പോസ്റ്റ് അത് വന്നിട്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ, അത് ഞാൻ സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ എടുക്കാൻ വിട്ടുപോയി. അത് വന്നിട്ട് മെൻഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, സ്റ്റിൽ ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടി 78 ഇയേഴ്സായി ആൻഡ് ഇപ്പോഴും വിമൻസ് അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി, കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോട്ട് ഓൺലി വിമൻസ്, മെൻസും ഉണ്ടായിരിക്കും. എന്താ പറയുക, അവരും ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ചൂസ് ചെയ്യാനും അത് ഇടാനൊക്കെ ഭയങ്കരമായിട്ട് സൊസൈറ്റിയുടെ ബുള്ളിങ്ങും കാര്യങ്ങളും കാരണം വേണ്ട എന്തിനാപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നവരും ഉണ്ടാവും. ആൻഡ് അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പേജിൽ ഞാൻ കണ്ടൊരു പോസ്റ്റാണ്. അതായത് ഇന്ത്യ 78th ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവരും അതിനെ ഗ്ലോബൽ സൂപ്പർ പവർ എന്ന് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആൻഡ് നോ വൺ നീഡ്സ് എ ഗ്ലോബൽ സൂപ്പർ പവർ ഫുൾ ഓഫ് റേപ്പിസ്റ്റ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. സത്യമല്ലേ? ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടി, കൊളോണിയൽ എന്താ പറയുക, റൂളേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഇന്ത്യ ഇൻഡിപെൻഡൻസ് നേടി, വിച്ച് ഈസ് ഗുഡ്. ആൻഡ് വി ആർ സ്റ്റിൽ സ്ട്രഗിളിങ്. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരാൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്. അതുപോലെ തന്നെ അതിപ്പോൾ ജെൻഡർ ഈക്വൽ ആയിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നോട്ട് ഓൺലി ഫീമെയിൽസ്, ബോയ്സും അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ. സ്റ്റിൽ എന്താ പറയുക, എനിക്ക് ഭയങ്കര സ്ട്രൈക്കായിട്ട് തോന്നി ആ കാര്യങ്ങളൊക്കെ. പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് ഡാറ്റാസും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് 2022 റിപ്പോർട്ട് പ്രകാരം, എന്താ പറയുക, 2021 ആനുവൽ റിപ്പോർട്ട് പ്രകാരം, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോൻ്റെ എന്താ പറയുക റെക്കോർഡ് പ്രകാരം 31,677 റേപ്സാണ് ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും എന്താ പറയുക, ആവറേജ് 86 ഡെയിലി കേസസ്. ഇത് മാത്രമല്ല, എത്ര കേസസ് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്ടുണ്ടാവും, ഒന്ന് ആലോചിച്ച് നോക്കൂ. അതും ആൻഡ് എന്താ പറയുക, 89% ഈ റേപ്പ് ചെയ്ത ആൾക്കാർ ഈ സർവൈവറിൻ്റെ, എനിക്ക് വിക്ടിം എന്ന് പറയുന്ന ടാഗ് കൊടുക്കാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു കാര്യമാണ്. ദാറ്റ്സ് വൈ ഐ എം യൂസിങ് സർവൈവർ. സർവൈവ് ചെയ്തിട്ടുണ്ടാവും, ഉണ്ടാവാതിരിക്കാം, അത് വേറെ കാര്യം. ബട്ട് എനിക്ക് വിക്ടിം എന്ന ടാഗ് കൊടുക്കാൻ ഭയങ്കര പ്രയാസമുണ്ട്. ദാറ്റ്സ് വൈ ഐ എം യൂസിങ് സർവൈവർ. അവരുടെ റിലേറ്റീവായിട്ട് ഉള്ള ആൾക്കാരായിരിക്കും, അതായത് റിലേറ്റീവ് ഇൻ ദ സെൻസ് ഓഫ് അറിയുന്ന ആൾക്കാരായിരിക്കും 89%. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്താണ്, എവിടെയാണ് നമ്മൾ ഇൻഡിപെൻഡൻസ് നേടിയത്? എനിക്ക് അറിഞ്ഞുകൂടെ, എനിക്ക് അറിയാൻ പാടില്ല. ആൻഡ് ഞാൻ പിന്നെ എഴുതിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, 2025 റെക്കോർഡാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ലേറ്റസ്റ്റ് എനിക്ക് കിട്ടിയിട്ടില്ല. ആൻഡ് അന്നത്തെ അന്നത്തെ റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 36% ബോയ്സും 35% ഗേൾസും ആണ് റേപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. നോട്ട് ഓൺലി ഗേൾസ്, മാൻ, സീരിയസ്ലി. ഗേൾസിനെ മാത്രം എന്താ പറയുക പറയുന്നുണ്ട് എല്ലാവരും. ആൻഡ് ബോയ്സ് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും നമ്മുടെ സൊസൈറ്റി കാരണം. ബിക്കോസ് അവരാരും ആക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളൊരു തോട്ടുണ്ട്. ആൻഡ് എന്താ പറയുക,
പണ്ട് തൊട്ട് നമ്മൾ കണ്ടുവരുന്നത് എന്താന്ന് വെച്ചാൽ ഈ പറയുന്ന ഗേൾസ് റേപ്പ് ചെയ്യപ്പെട്ടു, അങ്ങനെ ഒരു സംഭവം നമ്മൾ പണ്ട് മുതൽ കണ്ടുവരുന്നുണ്ട്. ആൻഡ് അന്നും ഇതുപോലെ തന്നെ ബോയ്സും റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവാം, എന്തായാലും ഉണ്ടാവും. അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല, ബിക്കോസ് നമ്മൾ ബോയ്സിന് കൊടുക്കുന്ന ആ ഒരു സാധനം അങ്ങനെയാണ്. എന്താ പറയുക, ഞാൻ ജെൻഡർ സ്റ്റഡീസ് ആണ് പഠിക്കുന്നത്. അതിൽ ഇങ്ങനെ പറയുമല്ലോ, അതിൽ ഞങ്ങളിങ്ങനെ സോഷ്യൽ സ്റ്റീരിയോ ടൈപ്സ് പഠിക്കുന്ന നേരത്ത് ഇങ്ങനെ പറയും, ബോയ്സ് കരയാൻ പാടില്ല, ബോയ്സ് റഫായിരിക്കണം, ടഫായിരിക്കണം, ചിരിക്കാൻ പാടില്ല, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമ്മൾ സോഷ്യൽ സ്റ്റിഗ്മാസ് നമ്മൾ ബോയ്സിന് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബോയ്സ് എന്താ പറയുക, അതൊന്നും റിവീൽ ചെയ്യില്ല മോസ്റ്റ്ലി. അതുപോലെ തന്നെ ഗേൾസ് ഈ 35% ഗേൾസ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടാണ്ട് പോയിട്ട് കാണും. ആൻഡ് അതുപോലെ തന്നെ 36% ബോയ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്ര എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടാണ്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വന്നിട്ട് കൊൽക്കത്ത ഡോക്ടർ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ എത്ര ബോയ്സ് നമ്മളുടെ നാട്ടിൽ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ആൻഡ് അതൊന്നും ആർക്കും ഒരു എന്താ പറയുക, ബോയ്സിൻ്റെ കാര്യം വെച്ച് നോക്കുമ്പോൾ അത് ഒരു ഇതായിട്ട് ആരും കാണുന്നില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഗേൾസിൻ്റെ റേപ്പ് ഇത്ര വലിയ കേസാക്കരുത് എന്നല്ല ഞാൻ പറയുന്നത്. ബോയ്സിൻ്റെ അത്രത്തോളം എന്താ പറയുക, ഇത് ആവുന്നില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നേ ഇല്ല. അതാണ് മെയിനായിട്ടുള്ള സങ്കടം. അവർ ഈ സോഷ്യൽ സ്റ്റിഗ്മാസും കാരണങ്ങളും പിന്നെ അതുപോലെ തന്നെ ലോസ്. ബട്ട് ഇതിൽ ഞാൻ വായിച്ചപ്പോൾ അതിൽ പറഞ്ഞ റീസൺ, മെയിനായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തതിൻ്റെ റീസൺ എന്ന് വന്നിട്ട് എന്താ പറയുക, ഈ ലോസും കാര്യങ്ങളൊക്കെ ആണെന്നാണ് ഞാൻ കണ്ടത്. ബട്ട് ഞാൻ പഠിച്ചതിൽ വെച്ചിട്ട് അങ്ങനെ ഗേൾസിന് മാത്രമേ റേപ്പിൽ എന്താ പറയുക കേസ് കൊടുക്കാൻ പാടൂ, റേപ്പിൽ ഗേൾസിന് മാത്രമേ എന്താ പറയുക ലോ കൂടെ നിൽക്കൂ, അങ്ങനെയൊന്നും ഞാൻ ഇതുവരെ പഠിച്ചിട്ടില്ല. ലോസ് എല്ലാവർക്കും ഒന്നാണെന്നാണ് ഞാൻ ഇന്ന് വരെ എനിക്ക് ഞാൻ പഠിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഗേൾസിൻ്റെ കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്, ദാറ്റ് ഐ ഡോണ്ട് നോ. ആൻഡ് അതേ അന്നത്തെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ റിപ്പോർട്ട് പ്രകാരം വന്നിട്ടുള്ളത് 17,220 റേപ്പ് കേസസ് ആണ്. അതിലും 52.94% ബോയ്സും 47.06% ഗേൾസും. ഇപ്പം ഞാൻ വായിച്ച എന്താ പറയുക പെർസെൻറ്റേജ് ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ കൂടുതലും ബോയ്സാണ് റേപ്പ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നമ്മൾ അത് അങ്ങനെ എന്താ പറയുക റിപ്പോർട്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗേൾസിൻ്റെ റേപ്പ് ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പോകുന്നത് പോലെ വരുന്നില്ല. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാൻ ഇത് ഇന്നലെ വീഡിയോ എടുക്കണം വിചാരിച്ചതിന്, ബട്ട് എനിക്ക് ഒരുമാതിരിയായി ഞാനങ്ങനെ വീഡിയോ എടുക്കാണ്ട് വിട്ടതാണ്. പക്ഷെ എനിക്ക് പറ്റുന്നില്ല, ദാറ്റ്സ് വൈ. ആൻഡ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ നാട്ടിലത്തെ കഥകൾ. എനിക്ക് അറിയാൻ പാടില്ല ഇവരോടൊക്കെ ഞാൻ എന്താ പറയണ്ടേ, എനിക്ക് അറിഞ്ഞൂടാ. അന്ന് ഞാൻ പറഞ്ഞില്ലേ സാരി ഉടുത്ത്, ഞാൻ ഒരു ദിവസം സാരി ഉടുത്ത് പോയായിരുന്നു കോളേജിലേക്ക് പൊങ്കൽ സെലിബ്രേഷന്. അന്ന് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാ കർത്താവേ ഞാൻ ഈ സാരി ഉടുത്തേന്ന് എനിക്ക് തോന്നിപ്പോയി. ഒരാൾ പിന്നെടുത്ത് വരുന്നു, എൻ്റെ ഇവിടെ പിന്നെടുത്ത് ഇവിടെ കുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക സാരി കീഴോട്ട് പോവില്ല, സോ അത് സേഫായിട്ടിരിക്കും. ആൻഡ് ഒരാൾ വന്നിട്ട് ലൈക്ക് ഇങ്ങനെ ശരിയാക്കി തരുമോ എനിക്ക്, എന്നിട്ട് എൻ്റെ വയറിൻ്റെ അവിടെ ഇങ്ങനെ കുത്തിയിട്ട് പറയുക
ഇപ്പം ഇത് അഴിഞ്ഞു പോവില്ല, നീ ഇത് സേഫായിട്ട് നടക്കാൻ ഇങ്ങനെ കുത്തി വെച്ചാൽ മതിയെന്ന്. എനിക്കറിയില്ല, എനിക്ക് സാരി ഉടുക്കണമെങ്കിൽ ലൈക്ക് എനിക്ക് കുറച്ച് ലൂസായിട്ട് സാരി ഉടുക്കാനാണ് ഇഷ്ടം. അത് എനിക്കറിയാൻ പാടില്ല, എനിക്ക് കുറച്ച് ലൂസായിട്ട് സാരി ഉടുക്കാനാണ് ഇഷ്ടം. ഞാൻ അങ്ങനെയാണ് സാരി ഉടുത്ത് പോയത്. ഇവർ വന്ന് ഇങ്ങനെ ടൈറ്റ് ചെയ്യുന്നു, ഒരാൾ വന്ന് പിന്നെടുത്ത് കുത്താൻ വരുന്നു. എന്നിട്ട് ഞാൻ മാറി നിന്ന ടൈമിൽ എൻ്റെ അടുക്ക പറയുക, നമ്മളൊരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്, സോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ ജീവിക്കാൻ. എനിക്കറിയാൻ പാടില്ല, ഞാനിത് പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാവുമോയെന്ന് എനിക്ക് ഉറപ്പായിട്ടും ഉണ്ടാവാൻ പോകുന്നില്ല, അത് വേറൊരു സത്യം. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് ഇന്നലെ മുതൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓക്കെ ഓക്കെ പറയാം എന്നിങ്ങനെ തോന്നിയ കാര്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് ആർക്കും ഒരു ചേഞ്ചും ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ പറയുക, ചുമ്മാ തോന്നിയതിങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. എന്താ പറയുക, അത്ര തന്നെ. ഇനി എന്താ പറയുക, ഇനി നെക്സ്റ്റ് ഇതിനെപ്പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക, നമുക്ക് സംസാരിക്കാം. വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID വന്നിട്ട് കൃഷ്ണപ്രിയ രാജു എന്ന് തന്നെയാണ്. അതിൽ വന്ന് എന്താ പറയുക, മെസ്സേജ് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചിട്ട് കുറേ എന്താ പറയുക സംസാരിക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലാണ്ട് നമ്മൾ സംസാരിച്ചു എന്ന് വെച്ചാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. മേ ബി ഇതിൻ്റെ താഴെ തന്നെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് വരുമായിരിക്കും, ബട്ട് ഐ ഡോണ്ട് കെയർ. അപ്പം അത്രയൊക്കെ തന്നെ ഉള്ളൂ. ബൈ ബൈ.